എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് റീൽസ് കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടും ഡെയിലി എമൗണ്ട് എയിം ചെയ്ത് ഡയറക്റ്റ് UPയിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റിയ വേറെ ലെവൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഡെയിലി ക്യാഷ് ഇൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ മസ്റ്റായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വയ്ക്കുക. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ നേരം ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് നാളായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ പക്ക പേയ്മെൻ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യാൻ നേരം ഇതുപോലൊരു ആരോ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അന്നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 10 രൂപ നമുക്ക് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം 8 രൂപയായിരിക്കും നിങ്ങളെ വാലറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ബാക്കി 2 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം എന്താ പറയുക, ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് റെഫർ കോഡ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി തെറ്റാതെ തന്നെ നിങ്ങൾ റെഫർ കോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഒരു ബാലൻസ് എമൗണ്ട് നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. മിക്കവാറും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ 10 രൂപ നിങ്ങളെ വാലറ്റിൽ ഉണ്ടായിരിക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീൽസ് കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്തുകൊണ്ടും ഡെയിലി നല്ലൊരു എമൗണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഡെയിലി ചെക്ക് ഇൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ദിവസം 1000 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1500 കോയിൻസ് ആണ്. താഴെയായിട്ട് ഐ വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം ആ ഒരു കോയിൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക, അതായത് ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗിഫ്റ്റ് ഐക്കൺ കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് പ്ലേ ആയിട്ട് വരും. ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ കുറച്ച് കോയിൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ നെറ്റ് കുറച്ച് ഷോക്കാണ്, അതുകൊണ്ട് ആഡ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇനി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്പിന്നിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം സ്പിൻ വീൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഡെയിലി നമുക്ക് 10 സ്പിന്നാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിഡിലായിട്ട് പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാൻഡായിട്ടുള്ള കോയിൻസ് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള വേറെ ഓപ്ഷൻസ് കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കോയിൻസ് കിട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു 10 സ്പിന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ലൈവായിട്ട് സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 200 കോയിൻസ് ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് താഴായിട്ട് കൊടുത്തിട്ടുണ്ട് ഗെറ്റ് ടു എക്സ് കോയിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് പ്ലേ ആയിട്ട് വരും. ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് 400 കോയിൻസ് ആയിട്ട് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ താഴെയായിട്ട് അഡീഷണൽ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കോയിൻസും കാര്യങ്ങളൊക്കെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ്റെ ഹോമിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്പിൻ പോലെ തന്നെ ഒരു ഓപ്ഷനാണ് വരുന്നത്. സ്പിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ എയിം ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിൽ എവിടെ തൊട്ടാലും നമുക്ക് കോയിൻസ് ആണ്. അത്രയും നമുക്ക് എന്താ പറയുക എയിം ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 100 കോയിൻസ് ആണ്. ഇത് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് ടു എക്സ് കോയിൻസ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഡ് പ്ലേ ആയിട്ട് വരും. ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഡബിൾ ആയിട്ട്, അതായത് 200 കോയിൻസ് ആയിട്ട് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റാൻഡായിട്ടുള്ള കോയിൻസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സ്പിൻ ചെയ്യാം കേട്ടോ. ഇനി ഹോം പേജിലോട്ട് തിരിച്ചു വരാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾസ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ ടാസ്കിനും വലിയ കോയിൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 10,000 കോയിൻസ് കിട്ടുന്ന ടാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഫൺ 80 എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 1,51,000 കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ 1000 കോയിൻസ് കിട്ടും. ബാക്കി കോയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കാര്യങ്ങളൊക്കെ വാട്സപ്പിലോട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ അതുവഴി നിങ്ങൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള കോയിൻസ് ഉള്ള വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. ഇതുപോലെ ഓരോ ടാസ്കിനും സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിയും വരെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാനോ വേറെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനോ നിൽക്കരുത്. ട്രാക്കിംഗ് ആവില്ല. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നല്ലൊരു കോയിൻസിന് അതിലൂടെയും നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾസ് റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു 10 ആർട്ടിക്കിൾ റീഡ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് 10,000 കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് 2 ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് റീഡ് 10 ആർട്ടിക്കിൾസ് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാൻ നേരം ഒരുപാട് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്യാൻ നേരം ഇതുപോലെ ഒരു സർക്കിൾ ഫില്ലാവുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫില്ലായിട്ട് വരും. അതിനുശേഷം ആ ഒരു കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സർക്കിൾ ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം റിസീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 100 കോയിൻസ് ആണ്. റേണ്ടായിട്ടുള്ള കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇരട്ടിയാക്കാൻ പറ്റുന്നതായിരിക്കും. അതിനായിട്ട് ചലഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് പ്ലേ ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് കുറച്ച് ഷോക്കാണ്, അതുകൊണ്ട് ആഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ചലഞ്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ്സ് വരും. അവർ ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 100 കോയിൻസ് നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ആദ്യം എത്ര കോയിൻസ് ആണ് കിട്ടിയത് അത് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്ത് നല്ലൊരു കോയിൻസിന് എയിം ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, റീൽസ് കണ്ടുകൊണ്ട് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് താഴെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോസ് എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കാണില്ലേ, അതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വരുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു റീൽ എടുക്കുക. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുകളിലായിട്ട് എന്താ പറയുക ഒരു സർക്കിൾ ഫില്ലാവുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഫില്ലാവുമ്പോൾ നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു കോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 100 കോയിൻസ് ആണ്. ഞാൻ ചലഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ആഡ് വന്നു. അപ്പോൾ 3x ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 100 കോയിൻസിൻ്റെ ട്രിപ്പിൾ ആണ് കിട്ടിയിട്ടുള്ളത്. 300 കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസിനെ എയിം ചെയ്യാൻ പറ്റും. സാധാരണ റീൽസ് കാണുന്ന പോലെ തന്നെ നിങ്ങൾ കാണാം, മുകളിലായിട്ട് സർക്കിൾ ഉണ്ട്. അത് ഫില്ലാവുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12 കോയിൻസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു കോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ വീണ്ടും നമുക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. 82 കോയിൻസ് ആണ് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ നോ താങ്ക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു 82 കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ചലഞ്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിൽ അടുത്തൊരു ഏണിങ്സ് വരുന്നത് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ്. ഒരാളെ റെഫർ ചെയ്യുന്നതിന് 10,000 കോയിൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എയിം ചെയ്യുന്നതിൻ്റെ 15% കമ്മീഷനായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പിൻ വീലും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര റെഫർ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു എമൗണ്ട് തന്നെ എയിം ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. പേയ്മെൻ്റ് എല്ലാം ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് വയ്ക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ ഏറ്റവും മുകളിലായിട്ട് വിഡ്രോ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 70 രൂപ ആയാൽ തന്നെ UPIയിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്നത് 140, 280, 490. ഓക്കെ, അപ്പോൾ ഇവിടെ കോയിൻസ് ഉണ്ട്, നിങ്ങൾ പേടിക്കാൻ നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടാസ്കിനും 1 lakh കോയിൻസ് ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻസ് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്ത എമൗണ്ട് 24 hours എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പ്രൂഫ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.